പാണ്ഡവപക്ഷത്തേക്ക് കൂറുമാറിയാൽ കർണന് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ വാചാലനായി. കർണ, നീയായിരിക്കും അപ്പോൾ പാണ്ഡവ മഹാരാജാവ്. നിന്റെ പട്ടമഹർഷിയായി ദ്രൗപദിയും ഉണ്ടാകും. നിനക്ക് വെഞ്ചാമരം വീശാൻ യുധിഷ്ഠിരനും പെൺകൊറ്റക്കുട പിടിക്കാൻ ഭീമസേനനും നിന്റെ ശ്വേതാസുരത്വത്തിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ അർജുനനും മത്സരിക്കും. കൃഷ്ണൻ കർണനോടപ്പോൾ അവന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. നീ സൂതപുത്രനും രാധേയനുമല്ല, പകരം സൂര്യപുത്രനും കൗന്ദയനുമാണ്. കൗന്ദയൻ എന്ന വാക്ക് കേട്ടപ്പോൾ കർണൻ ഞെട്ടിവിറച്ചു. പക്ഷേ വികാരങ്ങൾക്കപ്പുറമാണ് കർണനെ സംബന്ധിച്ച് ധർമ്മം. കൃഷ്ണ, ഇനി എനിക്കെന്തിന് രാജ്യം? അന്ന് അസ്ത്രവിദ്യാ പ്രയോഗ ദിവസം നിന്റെ അച്ഛനമ്മമാരാരാണെന്നുള്ള ചോദ്യത്തിൽ എന്റെ ശിരസ് താഴ്ന്നുപോയത് നീ മറന്നുവോ? അന്ന് ആ കാഴ്ചത്തട്ടിലുണ്ടായിരുന്ന എന്റെ പെറ്റമ്മയ്ക്ക് ഉയർത്തണമെന്ന് തോന്നാത്ത ആ ശിരസ് ഉയർത്തിയത് ദുര്യോധനനാണ്. അവൻ എന്നെ അംഗരാജ്യത്തിന്റെ രാജാവാക്കി.